ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു 3 പീസ് സെറ്റ് ചുരിദാർ മെറ്റീരിയലാണ് കാണിക്കുന്നത്. ഇത് ഒരു ജോർജറ്റ് മെറ്റീരിയലാണ്. പല ടൈപ്പ് ഉണ്ട്. അതായത് കോട്ടൺ ഉണ്ട്, അഫോർഡബിൾ പ്രൈസിലുണ്ട്. അങ്ങനെ പല ടൈപ്പാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറയുന്നത് ബ്രാസോ ദുപ്പട്ടയാണ്. എല്ലാവർക്കും അറിയാം ബ്രാസോ ദുപ്പട്ടയെക്കുറിച്ച്. ഇതിൽ ചെറിയ മിറർ വർക്ക് ഉണ്ട്. ഇത് നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. വേറെ ചുരിദാറുകൾക്ക് പ്ലെയിനാണ് ഇത്, കാരണം ഇത് പല ഷെയ്ഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനോടുള്ള ഷെയ്ഡിനോട് സാമ്യമുള്ള തന്നെ എംബ്രോയ്ഡറി വർക്കാണ് ഇതിലും വന്നിരിക്കുന്നത്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ കണ്ടോ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് ചെറുതായിട്ടും വർക്കുകൾ വന്നിട്ടുണ്ട്. ബോട്ടവും ടോപ്പും സെയിം ടോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സാന്തൂണാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. റേറ്റ് വരുന്നത് 1429. ഇത് അതിൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡാണ്. ബ്ലാക്കിൽ തന്നെയാണ് ഇതിൻ്റെ ഷെയ്ഡിലുള്ള മാറ്റം. ഇത് കണ്ടോ, ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഈ സൈഡിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ബ്രാസോ ദുപ്പട്ടയും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതിനോട് സാമ്യമുള്ള എംബ്രോയ്ഡറി വർക്കുകളാണ് ഇതിൻ്റെ യോക്ക് പോർഷനിൽ വന്നിരിക്കുന്നത്. ഈ ദുപ്പട്ടയിൽ നിറയെ ചെറിയ മിറർ വർക്കുണ്ട്. നല്ല ലെങ്തുള്ള ദുപ്പട്ടയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1429. ഇതും ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു പീസ്, അതായത് നമ്മുടെ ദുപ്പട്ടയിലുള്ള അതേ ഡിസൈൻ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇത് ബ്രാസോ ദുപ്പട്ടയാണ്. ഈ ബ്രാസോ ദുപ്പട്ടയുടെ 4 സൈഡും ക്രോഷ്യോ ലേസ് കൊണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഈ ദുപ്പട്ട ഇങ്ങനെ വരുന്നു. അതുപോലെ ഇതിലുള്ള യോക്ക് പോർഷനിൽ ഇങ്ങനെ വന്നിരിക്കുന്നു. താഴ്ഭാഗത്ത് ഇതുണ്ടോ അതേ ഡിസൈൻ തന്നെ ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് വന്നിട്ടുണ്ട് താഴ്ഭാഗത്ത്. അതുപോലെ ലേസും ക്രോഷ്യോ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് ഫുള്ള്. ഇതിങ്ങനെ പിടിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് നന്നായിട്ട് നമുക്കൊരു 48 ലെങ്ത്തിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1385 ആണ്. ഇതും ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിലുള്ള ഫ്ലവേഴ്സിൻ്റെ കളേഴ്സിൽ മാത്രമേ മാറ്റമുള്ളൂ. അതായത് ഒരു പിസ്ത ഗ്രീൻ യെല്ലോ ഷെയ്ഡിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഇതിൽ യോക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലോവർ പോർഷനിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. എൻഡിൽ ക്രോഷ്യോ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. റേറ്റ് 1385. ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൻ്റെ ദുപ്പട്ട ഉണ്ടോ, ഈ സൈഡിൽ കട്ട് വർക്ക് വന്നിരിക്കുന്നു. അതുപോലെ സ്കാലപ്പ് വർക്കും വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഇതിൽ ഹാൻഡ് വർക്കും വരുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണിത്. ഇതിൻ്റെ ഈ സൈഡിൽ കട്ട് വർക്ക്, അതായത് ഈ ടോപ്പിൻ്റെ അതേ കളർ ഷെയ്ഡിൽ ഈ സൈഡിലും കട്ട് വർക്ക്, ഈ സൈഡിലും 2 സൈഡിലും കട്ട് വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ടോപ്പ് യോക്ക് പോർഷനിൽ ഒരു ചെറിയൊരു എംബ്രോയ്ഡറി വർക്കൊക്കെ ആയിട്ടാണ് വരുന്നത്. യോക്ക് പോർഷൻ അങ്ങനെയാണ് വരുന്നുള്ളൂ. ഇതുണ്ടോ, ഇങ്ങനെയാണിത്. ഇതിൻ്റെ ലെങ്ത്ത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നല്ല ലെങ്ത്തോടെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. കാരണം ഒരു 49 ലെങ്ത്തിലൊക്കെ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ബോട്ടം പീസും പ്യുവർ കോട്ടൺ തന്നെയാണ്. റേറ്റ് വരുന്നത് 1325. ഈ ചൂടുകാലത്ത് നമുക്ക് ഏറ്റവും അനുയോജ്യം കോട്ടൺ മെറ്റീരിയലുകളാണ്. അതിൻ്റെ തന്നെ ഇപ്പം ഞാൻ ഈ കാണിച്ചത് തന്നെ പിങ്ക് ഷെയ്ഡാണിത്. ഇത് കണ്ടോ, ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഈ മെറ്റീരിയലിൻ്റെ നന്നായിട്ടുമുണ്ട്. അതുപോലെ ഇതിൻ്റെ യോക്ക് പോർഷനിൽ ഒരു ചെറിയൊരു മിറർ വർക്കും എംബ്രോയ്ഡറി വർക്കും ഒക്കെ ആയിട്ടാണ് ഇത് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. ബാക്ക് പീസിലും ഫുൾ ഈ ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ. ഇതിനെ ഒത്തിരി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കണ്ടോ, നമ്മൾ സാധാരണ കാണുന്ന ഒരു ടൈപ്പല്ല. ഈ 2 സൈഡിലും കണ്ടോ ഈ കട്ട് വർക്ക് വന്നിരിക്കുന്നത്. അതുപോലെ സ്കാലപ്പ് വർക്കും കൂടെ ഈ 2 സൈഡിലും വന്നിരിക്കുന്നു. അതുപോലെ ചെറിയൊരു ഹാൻഡ് വർക്കും ഇതിൽ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ബോട്ടം സിക്സാഗ് ഡിസൈനിൽ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബോട്ടവും വരുന്നത്.
ഏത് ടൈപ്പ് ബോട്ടം വേണേലും നമുക്കിതിന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ചൂടി ബോട്ടോ അതുപോലെ ഇപ്പോഴത്തെ പെൻസിൽ ബോട്ടോ ഏത് വേണേലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1325. ഇതും കൊണ്ട് വേണമെങ്കിലും ഒരു ടോപ്പോടെ ചെയ്യാം, അത്രയും മെറ്റീരിയൽ ഇതിൽ ഉണ്ട്. ഇതൊരു ഗ്രേ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ യോക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ യോക്ക് വരുന്നത്. ഇത് ബോട്ടം പീസ് വരുന്നു. അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെയാണ്. രണ്ട് സൈഡിലും ഒരു അക്കോബ വർക്ക് പോലെ തോന്നിപ്പിക്കുന്ന കട്ട് വർക്ക് ഇതിൽ ശരിക്കും കാണാമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ സൈഡ് സ്കാലപ്പ് വർക്ക്, 2 എൻഡിലും സ്കാലപ്പ് വർക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുള്ളായിട്ടും വരുന്നത്. ഇതും ഒരു കോട്ടൺ ചുരിദാറാണ്, മെറ്റീരിയലാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ യോക്കിൽ ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. കാരണം ഇതിന് നല്ല ലെങ്ത്തും എല്ലാം ഉണ്ട് കേട്ടോ, ലെങ്ത്തും വിഡ്ത്തും എല്ലാം ഉണ്ട്. അതുപോലെ ബാക്കി പോർഷനും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 595 ആണ്. അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതുണ്ട്, ലൈൻസ് ഉള്ള ബോട്ടമാണ് വരുന്നത്. ഇതും വേണമെങ്കിൽ നമുക്കൊരു ടോപ്പൊക്കെ വേണമെങ്കിൽ തയ്ക്കുക. ചൂടുകാലത്ത് ഒക്കെ ഇതുണ്ടോ, നല്ല ലെങ്ത്തും വിഡ്ത്തും. റേറ്റ് ആണെങ്കിലും വളരെ അഫോർഡബിൾ പ്രൈസ് 595. ഇതൊരു ഒലീവ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ യോക്ക് പോർഷൻ വരുന്നത്. റേറ്റ് 595 ആണ് കേട്ടോ. ഇതിൻ്റെ ബോട്ടം ഇങ്ങനെ ലൈൻസാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട കോട്ടൺ ആണ്, നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഇതും 595ൻ്റെ ഒരു കോട്ടൺ ചുരിദാർ മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ യോക്ക് പോർഷൻ വരുന്നത്. യോക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു 2-3 ഇങ്ങനെ ഒരു പീസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ വർക്കുകളായിട്ട് വരുന്നു. അതുപോലെ ഇതിൻ്റെ ബോട്ടം കോട്ടൺ തന്നെ ഇതുണ്ട്, ലൈൻസാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട കോട്ടൺ ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതൊരു കോട്ടൺ ചുരിദാർ മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ യോക്ക് വരുന്നത്. നല്ലൊരു കളർ ഷെയ്ഡിലാട്ടോ, ഇച്ചിരി ഡാർക്ക് കളറിലാണ് ഇത് വരുന്നത്. യെല്ലോ ജോർജറ്റ് ദുപ്പട്ടയാണ്. ഇതിൽ ഫുള്ളായിട്ടും വർക്കുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 685 ആണ്. ഇതാണ് ഇതിൻ്റെ ബോട്ടവും കോട്ടൺ മെറ്റീരിയലാണ്. ഇതും നല്ലൊരു കോട്ടൺ ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. കാരണം ആവശ്യത്തിന് ലെങ്ത്തും വിഡ്ത്തും ഇത് ഉണ്ടോ, ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എല്ലാം നമുക്ക് മനസ്സിലാവും. അതുപോലെ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയൊരു പീസസ് ഇങ്ങനെ കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നണേ. ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ സഫയർ ഗ്രീൻ ഡിസൈനുകളാണ് ഇതുണ്ടോ. ബാക്കി പീസ് ഇങ്ങനെ വരുന്നു. ഇത് ഫ്രണ്ട്. അതുപോലെ നല്ലൊരു ജോർജറ്റ് ദുപ്പട്ടയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഫുള്ളായിട്ടും ഇതിൽ ടോപ്പിൻ്റെ അതേ വർക്കുകൾ ഇതുണ്ടോ, ഫുള്ളായിട്ട് ഇത് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നു. ഇതിൻ്റെ റേറ്റാണ് അതിലേറെ, ഇത് 685 ആണ്. അതുപോലെ ഇതിൻ്റെ കണ്ടോ 4 സൈഡും ഇങ്ങനെ പീസസ് അറ്റാച്ച് ചെയ്ത് വെച്ച് ഇങ്ങനെ ചെയ്തിരിക്കുന്നു. അതുപോലെ ഇതിൻ്റെ ബോട്ടവും കോട്ടൺ തന്നെയാണ്. റേറ്റ് 685. അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഇത് സ്ക്രീൻഷോട്ട് അയച്ച് പറഞ്ഞാൽ മതി.